So you didn't change between trips. And then it's about 65,000. Took some balls on the other side. We reckon close. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. അതായത് ഇന്നത്തെ ഒരു വ്ളോഗാണ്, ട്രാവൽ വ്ളോഗ്, എഗെയിൻ ട്രാവൽ വ്ളോഗ്. അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫക്കറ്റാനിയിൽ നിന്ന് കുറച്ച് ഒരു 2.5 hour ജേർണി ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹുക്ക ഫാൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാൾസ് ഉണ്ട്. ആ ഫാൾസിലോട്ടാണ് ഒരു യാത്ര. സോ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, സന്ധ്യ ആൻഡ് ഫാമിലി. സോ അവരുടെ കൂടെയുള്ള ഒരു ട്രാവൽ ട്രിപ്പായിരുന്നു. സോ ദിസ് ഈസ് ദേവൂട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതൊരു എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹുക്ക ഫാൾസിലാണ് ഗായ്സ്, അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ഒരു ഹുക്ക ഫാൾസിലെ ജെറ്റ് റൈഡിന് പോവാണ്. ജെറ്റ് റൈഡിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അടുത്തതായിട്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗിൽ. സോ ഇത് ഞങ്ങളുടെ ഹുക്ക ഫാൾസ് ജെറ്റ്, മോസ്റ്റ് ത്രില്ലിങ് ബൈ നേച്ചർ. ലൈക്ക് ഫുൾ ഒരു നല്ലൊരു ബ്ലൂയിഷ് കളറിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബോട്ടിൽ കൂടെ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസാണ് ചെയ്യാൻ പോകുന്നത്. സോ കീപ്പ് ഓൺ വാച്ചിങ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഹുക്ക ഫാൾസിൽ ഒരു ജെറ്റ് റൈഡിന് പോവുകയാണ്. സോ എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് കാണാം കേട്ടോ. ഇത് കണക്റ്റ് ആയില്ലല്ലോ നോക്കുമ്പോൾ. ജെറ്റാണ് ഗായ്സ്, പറന്നു പോവും. എന്തൊരു വെയിലാണിത്. ഇവിടെ വെച്ചോ ഒരു പൊട്ടും ഇല്ലട്ടാ. ദൈവമേ, വീഴല്ലേ, മൊബൈൽ വീഴല്ലേ. എല്ലാം കവന്ന് ഇങ്ങോട്ട് വന്നേക്കള്, പറഞ്ഞേക്കാം. ഈശോയെ കാത്തുകൊള്ളണേ. എന്താണെങ്കിലും എൻ്റെ മൊബൈൽ ഞാൻ വിടത്തില്ല, വെള്ളത്തിൽ ഞാൻ പോയാലും കുഴപ്പമില്ല.
Because they control it via control gates. So when you're driving a topo, you go down the hill over the bridge up the town. That's the control gates. They're run by Mercury Energy. They run all those hydro stations downstream. So out of Tiete we looked at, as I said, was the first 8. So they just control the flow to speed up and slow down the river to feed all those power stations. Yeah, more flow here, makes the turbines go faster. Things like that. You wouldn't notice the foaminess there too, eh? Pretty bubbly. That's how we get the name. Kids didn't know what they were looking at. So in true Kiwi spirit, they just figured, oh, there we go. So we've got the jet boat thinking like that. Sometimes it works. But all the chiefs got a couple of sunken wakos and we're cold aunties. So we're going to land from there and not do that. Yeah, no, we'll go that way across the front, eh? Scientifically proven to be less simple. I might be able to do a jump or two in the middle if we're lucky though. So hold on and enjoy. I don't even charge. I don't even have talking yet. Oh, look, there's your mate.
ശരിക്കും തല കറങ്ങുന്ന കറഞ്ഞ് കണ്ണിൽ വെള്ളമില്ല. പൈസ കൊടുക്കണ്ടേ? എന്തായിരുന്നു ഇത്? ബാഗ് എടുക്കണം, പേഴ്സ് എടുക്കണം. ബാഗ് ഇപ്പൊ വെച്ചതായിരിക്കും, നമ്മൾ വരുമെന്ന് അറിയാലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? അയ്യാ, ഒരു 5 മിനിറ്റ് ഇവിടെ എവിടെ ഇരിക്കാടി. എന്റെ നനഞ്ഞ അഡ്രസ്സല്ല, ഞാൻ എന്റെ മൊബൈലും ക്യാമറ ഇങ്ങനെ ചോടിയോ എന്റെ കൈയൊക്കെ വേദന. അയ്യോ, ഇപ്പോഴാണ് ഒന്ന് ഭൂമിയിൽ ഇരിക്കുന്നത്. എന്തുവായിരുന്നു? അയ്യോ ദൈവമേ, നോക്കുന്നുണ്ട്. നിന്റെ ഫോൺ വീണു, അതൊക്കെ ശ്രദ്ധിക്കുവാൻ. അയാൾ പുറകെ ഇരുന്നോണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോകുന്നു. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗായ്സ്, വാട്ട് എ വണ്ടർഫുൾ. ഓ, ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ജെറ്റിലെ ഒരു യാത്രയായിരുന്നു. എന്നോ സ്പീഡെന്ന് പറഞ്ഞാൽ അതുപോലെ കറക്കുമായിരുന്നു. ഞങ്ങളെ വെള്ളത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഫുള്ളൊന്ന് കറക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത്. പിന്നെ ഒരു പ്രത്യേകത, ഇവിടുത്തെ വെള്ളത്തിനുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു കളറാണ്, ഒരു പ്രത്യേക കളറ്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ജെറ്റിൽ പോകാൻ ഈ ഒരു യാത്ര. അപ്പം അടിപൊളിയാണ്, അടിച്ച് പൊളിച്ച്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാനും വിചാരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗായ്സ് എൻ്റെ മൊബൈൽ പിടിച്ച് ഞാൻ ഈ വീഡിയോ ആക്കിയത്. ലൈഫിൽ മറക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രം. സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഹുക്ക ഫോൾസ് അടുത്തുനിന്ന് നോക്കാം. ഓക്കെ, അടുത്തുനിന്ന് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഐ മീൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. സോ അങ്ങോട്ടാണ് ഇനിയിപ്പോൾ അടുത്ത യാത്ര. സോ ഇവിടെ ഒരു മാപ്പൊക്കെ ഉണ്ട്. ഈ മാപ്പിൽ എന്തൊക്കെ ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു മാപ്പ് ഇവിടെ ഉണ്ട്. സോ ഇപ്പോൾ ഈ മാപ്പിനകത്ത് നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ പറ്റും, പിന്നെ ബുക്കിംഗ് എന്തെങ്കിലും ആക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ ഡീറ്റെയിൽസ്. നമ്മൾ ഇപ്പോൾ പോയത് പറഞ്ഞാൽ ഹുക്ക ഫോൾസിൽ നമ്മൾ പോയി. സോ അവിടത്തേക്ക് ടിക്കറ്റ് ബുക്കാക്കണമെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെ ഇത് തൊട്ടടുത്ത് തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ തൊട്ടടുത്ത് വാ. അപ്പോൾ ഇനി നമുക്ക് കാണാം. പിന്നെ സ്കൈ ഡൈവിങ് വേണ്ട, ഇന്ന് വേണ്ട. ഇന്നെല്ലാം കൂടെ ഓർമ്മിച്ച് ദഹിക്കൂല. ഹുക്ക ഫോൾസ്. ഓക്കെ, ഇതാണ് സ്കൈ ഡൈവിനുള്ള ആൾക്കാർ. റോഡ് സൈഡിൽ പിടിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ഓ മൈ ഗഡ്നസ്, ഇത് കണ്ടോ വെള്ളച്ചാട്ടം? പൊളിയല്ലേ? ഓ മൈ ഗോഡ്. എന്നാ ഭംഗിയാ കളറ്.
അമ്മയുടെ മൊബൈൽ എന്തേ? കൂടി ഇവിടെ വരെ വരുമോ? ഇല്ല. രക്ഷയില്ല. പോറ്റുമുഖ അടിപൊളി, സൂപ്പർ സൂപ്പർ കളർ, സൂപ്പർ വാട്ടർഫോൾസ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഈ ഒരു വാട്ടർഫോൾസിനെ കാണാൻ. ആ ഒരു കളറുണ്ടല്ലോ, ഒരു ടീൽ ബ്ലൂ കളറ്, ഒരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര രസമാണ്. ഇവിടെ കുറേ പേര് ഇങ്ങനെ വന്ന് ഇരുന്ന് ഇങ്ങനെ കാണുകയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ സീസണാണ്, നല്ല ക്ലൈമറ്റാണ്. സോ ഇതാണ് നമ്മുടെ ബുക്ക ഫോൾസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശരിക്കും ഞാൻ ഈ വീഡിയോ ഫോട്ടോസൊക്കെ കാണുമ്പോഴേ എഡിറ്റിംഗ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഈ ഒരു വെള്ളത്തിന് ഇങ്ങനത്തെ കളറാണ് ഗായ്സ്, ഒരു ടീൽ ബ്ലൂ കളർ. അതാണ് ഇതിൻ്റെ അതിശയം. ഭയങ്കര ഭംഗിയുള്ള കളറ് കണ്ടോ, എന്നാ ഭംഗിയാ, കണ്ടോണ്ടിരിക്കാൻ തോന്നും. ഓ, ഇതിൻ്റെ അടുത്തൊക്കെ ഒരു വീടൊക്കെ വാങ്ങിച്ച് കെട്ടിയാൽ എന്നാ രസമായിരിക്കും അല്ലേ? എന്നും വെള്ളച്ചാട്ടം കണ്ടോണ്ടിരിക്കാം. അടിപൊളി ഗായ്സ്, സൂപ്പറാണ്. ഈ ഗായ്സ് ഇത് കണ്ടോ, ഈ സ്ഥലത്താണ് ഞങ്ങൾ മറ്റേ ജെറ്റ് റൈഡിൽ വന്നപ്പം ഇവിടെയാണ് ഇങ്ങനെ കറങ്ങിയത്. ഈ വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം, ഇതിലെയാണ് നമ്മൾ കറങ്ങിയത്. നല്ല ഭംഗിയുണ്ട്. ക്യാമറയുടെ കളർ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ വൈറ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശരിക്കും വെള്ളം ഒരു ബ്ലൂയിഷ് ടീൽ ബ്ലൂ കളർ വെള്ളമാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അടിപൊളി. ഇപ്പോൾ നമ്മൾ ടോപ്പോയിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പോയിൽ KFCയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്. സോ എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്തത് ആ തൊട്ടടുത്ത് അവിടെ കണ്ടോ നല്ലൊരു വ്യൂ ഉണ്ട്, അതും കൂടെ കാണിച്ച് നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടത്തേക്ക് തീർക്കുന്നതായിരിക്കും. അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഗായ്സ്, ഇതിപ്പോൾ നമ്മൾ ടാപ്പു എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ്. ഇവിടെ ഏകദേശം എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസിന് ഈ ഒരു പ്ലേസ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അതായത് വാട്ടറിനകത്ത് കളിക്കാൻ പറ്റിയ ജെറ്റിൽ വലിച്ചുകൊണ്ട് പോകുന്ന ജെറ്റ് റൈഡ് ഓൾറെഡി നമ്മൾ ചെയ്തു. പിന്നെ വരുന്നത് ഇഷ്ടംപോലെ ഫിഷിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ക്രൂയിസ് കാണാമല്ലോ, ക്രൂയിസ് കാറ്റ്. ആ ഒരു ബോട്ടിൽ ഇപ്പോൾ പോകാമെന്നൊക്കെയാണ് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. സോ അതിൻ്റെ കൂടെ ഒരു യാത്രയുടെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ടാപ്പുവിലെ വിശേഷങ്ങൾ. അതായത് ഇതിപ്പം ബുക്കിംഗ് ഓഫീസാണ്. ലേക്ക് ഫന്ന എന്നാണ് ടാപ്പു. കണ്ടോ, ഇതാണ് ബുക്കിംഗ് ഏരിയ. ഇവിടെ നമ്മൾ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ അന്വേഷിക്കുക ഏതൊക്കെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എപ്പോഴൊക്കെയാണെന്ന്. അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക്
അവർ ടിക്കറ്റ് ബുക്ക് ആക്കുന്നതായിരിക്കും. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഫിഷിംഗ് ചാറ്റേഴ്സ്, പിന്നെ ജെറ്റ്സിക് ഹയർ, പിന്നെ സെൽഫ് ഡ്രൈവ് ബോട്ട് ഹയർ, അത് കഴിഞ്ഞിട്ട് ജാക്കസ്, പിന്നെ പിന്നെ സീനറിക് ഫ്ലൈറ്റ്സ്, അതായത് ഫ്ലൈറ്റിൽ കൂടെ മുകളിൽ കൊണ്ടുപോകും. ഹെലികോപ്റ്റർ ആയിരിക്കും മോസ്റ്റ്ലി. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് നമുക്ക് എല്ലാം വ്യൂസ് കാണിക്കുന്നതായിരിക്കും. അതൊക്കെയാണ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ടാപ്പൂലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ക്രൂസ് ബോട്ടിനകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നീ കാപ്പിയെല്ലാം കൊണ്ടുവന്നാർന്നാ? എല്ലാം ഉണ്ട്, സെറ്റപ്പാണ്. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ ടോപ്പുവിൽ ലേക്ക് ഫൺ എന്ന് പറയുന്ന പ്ലേസിലാണ്. ലേക്ക് ഫൺ എന്ന് പറയുന്ന ഇവിടെ മൊത്തം വാട്ടറിനകത്തുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ഒരു പ്ലേസാണ്. ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള പ്ലേസ് ഇത്. ഇതിനകത്ത് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് പാരസൈൽസ് ഉണ്ട്, സബ്സ് ഉണ്ട്, ജെറ്റ് സ്കീ ഉണ്ട്, റെൻറ്റൽ, അതായത് നമ്മളെ ഓടിക്കാനും ഇങ്ങനെ ജെറ്റിനകത്ത് ഓടിക്കാനും പഠിപ്പിക്കുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രാ ബൈക്സ് ഉണ്ട്, അതായത് ഇങ്ങനെ പെഡലിനകത്ത് അടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ബോട്ട് റെൻറ്റൽസ് ഉണ്ട്, പിന്നെ വാട്ടർ സ്പോർട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഗെയിം, മീൻ പിടിക്കാനും അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ പോകുന്നത് ഒരു ക്രൂയിസിലോട്ടാണ്, ക്രൂയിസ് കാറ്റ്, ആ ഒരു ബോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. സോ ജസ്റ്റ് 5 മണിയാകുമ്പോൾ അത് പോകും. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അടിപൊളി യാത്രാ വിശേഷങ്ങൾ. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ പേരനുസരിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. Are you skipping Friday? Skip some more.
ഗൈസ്, ഞങ്ങളിപ്പോൾ ടാപ്പുയിലെ വ്യൂ പോയിന്റിലാണ്. വളരെ ഭംഗിയുള്ള വ്യൂ ആണ്. തടാകമുണ്ട്, നല്ല കുന്നുകളുണ്ട്, നല്ല സൺസെറ്റ് ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഈവനിങ് ആണ്. വളരെ ഭംഗിയായ ഒരു വ്യൂ. നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ടാപ്പുയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പോവുക, കാണുക. നല്ല പ്ലേസാണ്. പിന്നെ എല്ലാവരും നല്ലതായിട്ട് വാട്ടർ ആക്ടിവിറ്റീസിൽ എക്സ്പ്ലോർ ചെയ്യുക. ന്യൂസിലാൻഡിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പ്ലേസുകളിൽ ഒന്നാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്ലേസാണ് ടാപ്പു എന്ന് പറയുന്ന പ്ലേസ്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഇവിടെ ട്രിപ്പ് അടിക്കാൻ വരുന്നവർ വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം അടിപൊളി ഡേ ആയിരുന്നു. എല്ലാം നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക. പിന്നെ എന്താ ചെയ്യണം? ലൈക്ക് ചെയ്യാനും മറക്കരുത്.